നമസ്കാരം. പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 30 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയിൽ. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ, കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ ആദ്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും, വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ. മാർച്ച് 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ അണ്ടർ വാട്ടർ ടണൽ സൂ, മറൈൻ എക്സ്പോ, സബാഹ് സ്ക്വയർ, വേങ്ങര. താലൂക്ക് ആശുപത്രിയിൽ ത്വക്ക് രോഗ വിഭാഗം OP വീണ്ടും മുടങ്ങി. തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനരാരംഭിച്ച ത്വക്ക് വിഭാഗം OP വീണ്ടും മുടങ്ങി. കഴിഞ്ഞ 6 മാസക്കാലമായി ത്വക്ക് രോഗ വിഭാഗത്തിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ ഇവിടെ OP മുടങ്ങിക്കിടക്കുകയായിരുന്നു. ത്വക്ക് രോഗ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഒഴിഞ്ഞുപോയതിനെ തുടർന്ന് പകരം ഡോക്ടറെ വെക്കാത്തതിനാലാണ് ത്വക്ക് രോഗ വിഭാഗം പ്രവർത്തിക്കാതിരുന്നത്. സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് കളത്തിങ്ങൽപ്പാറ, ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് നൽകിയ നിവേദനത്തെ തുടർന്ന് മാർച്ച് 26-ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ത്വക്ക് രോഗ വിഭാഗത്തിൽ ഡോക്ടറെ നിയമിച്ചെങ്കിലും അവർ 2 ദിവസം മാത്രമാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. ത്വക്ക് രോഗ വിഭാഗത്തിൽ ചാർജെടുത്ത ഡോക്ടർ അപർണ ഇപ്പോൾ നീണ്ട അവധിയിൽ പോയിരിക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ലീവ് എടുക്കാൻ വേണ്ടി മാത്രം ഡ്യൂട്ടിയിൽ കയറിയ പോലെയാണ് ത്വക്ക് വിഭാഗത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. ദിവസവും 2000-ഓളം രോഗികൾ ആശ്രയിക്കുന്ന തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 100 കണക്കിന് രോഗികളാണ് ത്വക്ക് രോഗ വിഭാഗത്തെ ആശ്രയിക്കുന്നത്. ഇവിടെ ത്വക്ക് രോഗ വിഭാഗം ഇല്ലാത്തതിനാൽ സമീപ പ്രദേശങ്ങളിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ സ്ഥിരമായ ത്വക്ക് രോഗ വിഭാഗം ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അഷ്റഫ് കളത്തിങ്ങൽപ്പാറ കഴിഞ്ഞ ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുകയ്ക്ക് നേരിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്നിവർക്ക് ഇമെയിൽ മുഖേനയും നിവേദനം നൽകി. ഇനിയും ത്വക്ക് രോഗ വിഭാഗത്തിൽ ഡോക്ടറെ നിയമിക്കാൻ താമസം വന്നാൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകി. പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി. വേങ്ങര കുറ്റാളൂരിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ കോളേജ് ഇനി മുതൽ മലബാർ കോളേജ് ഓഫ് സയൻസ് ആൻഡ് സ്കിൽ. ഡിഗ്രിയും PUC അംഗീകൃത സർട്ടിഫിക്കറ്റുകളുടെ 8 സ്കിൽ കോഴ്സുകളും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും. ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ.